ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഹോം മലയാളം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂഫി എന്ന US ബ്രാൻഡിൻ്റെ ഒരു റോബോട്ടിക് 2-in-1 വാക്യൂം ക്ലീനറാണ്. ഇതിൻ്റെ പേര് റോബോവാക് G10 ഹൈബ്രിഡ്, അതാണ് മോഡൽ നെയിം. ഇത് കാണുമ്പോൾ നമുക്ക് വളരെ ചെറുതായി തോന്നും, പക്ഷേ ആള് പുലിയാണ്. നമ്മുടെ വീടിൻ്റെ വാക്യൂമിംഗ് ആൻഡ് മോപ്പിംഗ് ഇത് വളരെ ഭംഗിയായി തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ക്ലീനിങ് ബ്രഷ് വരുന്നുണ്ട്. പിന്നുള്ളത് ഒരു വാഷബിൾ മോപ്പിംഗ് പാഡ് ആൻഡ് വാട്ടർ ടാങ്കാണ്. പിന്നെ അതിൻ്റെ ക്ലീനിങ് കിറ്റ്, ഫിൽറ്റർ, 450 ml കപ്പാസിറ്റിയുള്ള ഒരു ഡസ്റ്റ്ബിൻ, പിന്നെ ചാർജിങ് ഡോക്ക് ആൻഡ് കേബിൾ. ഇത്രയുമാണ് നമുക്ക് പാക്കേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഡസ്റ്റ്ബിൻ റോബോവാക്കിൻ്റെ മെയിൻ യൂണിറ്റുമായി കണക്ട് ചെയ്യാം. അതിൻ്റെ അടിഭാഗത്തായി നമുക്ക് ഈ ക്ലീനിങ് ബ്രഷ് രണ്ടും ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും, അത് തനിയെ ലോക്ക് ആയിക്കോളും. ഇതൊരു അൺബോക്സിങ് റിവ്യൂ ഒന്നുമല്ല. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. 6 മാസത്തോളം ഞങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. മൊബൈൽ ആപ്പ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള സ്വിച്ച് ഉപയോഗിച്ചോ നമുക്ക് ഓൺ ചെയ്യാം. ഇതിൻ്റെ വാക്യൂം ആൻഡ് ക്ലീനിങ് എഫിഷ്യൻസി നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. വളരെ സ്ട്രോങ് വാക്യൂം തന്നെയാണ് ഇതിൻ്റെ മോട്ടോറിനുള്ളത്. 2000 PA സക്ഷൻ പവറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ, പിന്നെ ടേബിളിൻ്റെ അടിയിലൊക്കെ എങ്ങനെയാണ് റോബോവാക് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, ഒബ്സ്റ്റക്കിൾസ്, ഡൈനിങ് ടേബിളിൻ്റെ കാലുകൾ, ചെയേഴ്സ് ഒക്കെ തന്നെ അതിനൊരു പ്രശ്നമേ അല്ല. അതിൻ്റെയൊക്കെ ഉള്ളിലൂടെ കറക്റ്റായി നാവിഗേറ്റ് ചെയ്ത് എല്ലാ ഏരിയയും കൃത്യമായി തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യുമ്പോൾ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കാറുള്ള ഏരിയ ഒന്നും തന്നെ റോബോവാക് പക്ഷേ ഒഴിവാക്കാറില്ല. നമുക്ക് നോക്കാം. ഇനി നമുക്ക് റോബോവാക്കിൻ്റെ മോപ്പിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ
വാഷബിൾ മോപ്പിംഗ് പാഡ് നമുക്ക് വാട്ടർ ടാങ്കുമായി അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് വെള്ളം നിറയ്ക്കാം. ശേഷം ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം തിരിച്ച് റോബോവാക്കിലേക്ക് നമുക്ക് വാട്ടർ ടാങ്ക് അറ്റാച്ച് ചെയ്യാം. വാട്ടർ ടാങ്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി മോപ്പിംഗ് മോഡിലേക്ക് മാറുന്നതാണ്. മോപ്പിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ചാർജിംഗ് ഡോക്ക് നമ്മൾ എവിടെയാണോ വച്ചിരിക്കുന്നത് അവിടേക്ക് റോബോവാക് തനിയെ നാവിഗേറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നതാണ്. മോപ്പിംഗ് വീടിൻ്റെ ഏത് മുറിയിൽ നിന്ന് അവസാനിച്ചാലും തിരിച്ച് ചാർജിംഗ് ഡോക്കിലേക്ക് വഴി കണ്ടുപിടിക്കാൻ റോബോവാക്കിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഫ്ലോർ വാക്യൂമിംഗ് ആൻഡ് മോപ്പിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് റോബോവാക്കിൻ്റെ ഡസ്റ്റ്ബിൻ തുറന്നു നോക്കാം. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. മാനുവൽ ക്ലീനിങ്ങിൽ നമുക്ക് മിസ്സായി പോകുന്ന ഏരിയയിൽ നിന്ന് പോലും പൊടികൾ റോബോവാക് കളക്ട് ചെയ്തതായി നമുക്ക് കാണാം. ഫിൽറ്ററും ഡസ്റ്റ്ബിന്നും വാഷ് ചെയ്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സ്പെഷ്യൽ ഫീച്ചർ കൂടെ നോക്കാം. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ റോബോവാക് ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വച്ചിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ലാൻഡിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് താഴേക്കോ റോബോവാക് വീണു പോകുമെന്ന ഭയം ഒട്ടും വേണ്ട. കാരണം ഇതിന് ഓട്ടോമാറ്റിക് ഫോൾ ഡിറ്റക്ഷൻ ടെക്നോളജിയും സെൻസറുമുണ്ട്. ഒരിക്കലും റോബോവാക് താഴെ വീഴില്ല. റോബോവാക്കിൻ്റെ ഫുൾ കൺട്രോൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സാധ്യമാണ്. മൊബൈൽ ആപ്പ് ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മൊബൈൽ ആപ്പിലുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. നമുക്കിതിൽ ഷെഡ്യൂൾഡ് ക്ലീനിങ് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് റോബോവാക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുകയും ക്ലീനിങ് ഫിനിഷ് ആയാൽ തിരിച്ച് ചാർജിംഗ് ഡോക്കിലേക്ക് തനിയെ പോകുന്നതുമാണ്. മൊബൈൽ ഫോൺ നമുക്കൊരു റിമോട്ട് കൺട്രോളായും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് മാനുവലായി റോബോവാക്കിനെ ഈ ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഓട്ടോ റിട്ടേൺ ക്ലീനിങ് ഫംഗ്ഷൻ ക്ലീനിങ്ങിനിടയിൽ ചാർജ് തീർന്നു പോവുകയാണെങ്കിൽ റോബോവാക് തിരിച്ച് ഡോക്കിലേക്ക് തനിയെ പോവുകയും ചാർജ് ആയതിനു ശേഷം തിരികെ വന്ന് എവിടെയാണോ ക്ലീനിങ് അവസാനിച്ചത് അവിടെ നിന്നും ക്ലീനിങ് തുടരുന്നതാണ്. ഈ സ്മാർട്ട് റോബോട്ടിൻ്റെ വില 779 UAE ദിർഹമാണ്. അതായത് ഏകദേശം 15,800 ഇന്ത്യൻ രൂപ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.